ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 10 വിശുദ്ധന്മാരുടെ മൈക്കിളിൻ്റെ തിരുനാൾ. സ്പാനിഷ് കത്തലോണിയായിൽ വിക്ക് എന്ന പ്രദേശത്ത് മൈക്കിൾ ജനിച്ചു. പ്രായച്ചിത്ത പ്രിയനായിരുന്ന ഈ യുവാവ് 22-ാമത്തെ വയസ്സിൽ ബാഴ്സലോണിയയിലെ ട്രിനിറ്റേറിയൻ പാതുക സഭയിൽ ചേർന്ന് എല്ലാവർക്കും മാതൃക നൽകിക്കൊണ്ട് ഏറ്റവും പരിശുദ്ധമായ ജീവിതം നയിച്ചു. 4-ാമത്തെ വർഷം 1607 വ്രതവാഗ്ദാനം നടത്തി. സന്യാസ സഭയിൽ വിശുദ്ധന്മാരുടെ മൈക്കിൾ എന്ന നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തീക്ഷ്ണമതിയായ മൈക്കിളിന് ട്രിനിറ്റേറിയൻ സഭയിലെ നിയമങ്ങൾ ആധ്യാത്മിക സംതൃപ്തി നൽകിയില്ല. കൂടുതൽ പ്രായച്ചിത്തവും പ്രാർത്ഥനയും അന്വേഷിച്ച് നിഷ്പാതുക ട്രിനിറ്റേഷൻ സഭയിൽ ചേർന്ന് 1607 തന്നെ അൽക്കല ആശ്രമത്തിൽ വെച്ച് വ്രതങ്ങൾ നവീകരിച്ചു. വൈദിക പട്ടം സ്വീകരിച്ച ശേഷം വല്ലദോളിത് ആശ്രമത്തിൽ 2 പ്രാവശ്യം സുപ്പീരിയറായി. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ അത്യുത്സാഹം പ്രദർശിപ്പിച്ചിരുന്നു. ഫാദർ മൈക്കിൾ സ്പെയിനിലെ വിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതന്മാരിൽ മുൻപന്തിയിലായിരിക്കവെയാണ് 34-ാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യ ഈശോയുടെ സമ്മാനം വാങ്ങാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ദിവ്യകാരുണ്യ ഭക്തിയിൽ മുഴുകിയ വിശുദ്ധന്മാരുടെ മൈക്കിളെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.